ഞാൻ മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് ആർമിയുടെ കൂടുതൽ സംഘങ്ങൾ ചൂരൽമലയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ്. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. ഒപ്പം തന്നെ ആംബുലൻസുകൾ കൂടുതലായി അവിടേക്ക് എത്തിക്കുന്നുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ പേരെ അവിടുന്ന് ജീവനോടെയും അല്ലാതെയും ലഭിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഇത്ര വലിയൊരു ദുരന്തത്തിൽ അതിനെ മുൻകൂട്ടി അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. സുനിൽ നേരത്തെ പറഞ്ഞതുപോലെ അനൂപിൽ നിന്ന് ഏറ്റവും കൃത്യമായി ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കാരണം 56 എന്ന കണക്കിലേക്ക് മരണസംഖ്യ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. രാവിലെ 2 എന്നതായിരുന്നു തുടക്കത്തിൽ നമ്മൾ കൊടുത്ത കണക്ക്. 2 പേർ മരിച്ചു, അതിൽ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്. ആ ഒരു കണക്കിൽ നിന്ന് 56ലേക്ക് ഇപ്പോൾ ഈ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് എങ്കിൽ എത്ര വലിയ നടുക്കുന്ന ദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ആ സ്ഥലം ഇനി ബാക്കിയുണ്ടോ എന്ന് പോലും അതിശയിപ്പിക്കുന്ന നിലയ്ക്കുള്ള ഒരു ദുരന്തം, പ്രകൃതി ദുരന്തം അത് സംഭവിച്ചിരിക്കുന്നു. അടുപ്പിച്ച് ചുരുങ്ങിയ മിനിറ്റുകൾക്കിടയിൽ 4 ഉരുൾപൊട്ടലിനെയാണ് ആ നാട് നേരിട്ടത്. അതിൽ നിന്നാണ് ഇവരെ ഓരോരുത്തരെയും രക്ഷിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിലാണ് ഈ സേനാ വിഭാഗങ്ങൾ എല്ലാവരും കൈമേയ് മറന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നത്. ഏറ്റവും സാധ്യമായ എല്ലാ മനുഷ്യപ്രയത്നവും അവിടെ ഉപയോഗിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും അവിടെ ഉപയോഗിക്കുകയാണ്. എത്തിക്കാനാകുന്ന എല്ലാ ഉപകരണങ്ങളും അവിടെ എത്തിക്കുകയാണ്. ആ നിലയ്ക്ക് ഒരു സന്നദ്ധ പ്രവർത്തനമായി തന്നെ ഇത് മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയ ഭേദമില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ എല്ലാവരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ ഈ വയനാട് പ്രശ്നം രാജ്യസഭയിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അവിടെ കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ പ്രതിഷേധമുണ്ടായി. പ്രതിഷേധ സ്വരമുയർത്തിയ ജോൺ ബ്രിട്ടാസ് MP-ക്ക് രാജ്യസഭാ അധ്യക്ഷന്റെ താക്കീത് ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട വാർത്ത അല്പസമയം മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 56 എന്ന കണക്കിലേക്ക് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നത് അങ്ങേയറ്റം സങ്കടകരമായ ഒരു സ്ഥിതിയാണ്. 56 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ച് നമുക്ക് പറയാവുന്ന കണക്കാണ്. സൈന്യം വയനാട്ടിലെത്തി. ഇനി നേവൽ ബേസിൽ നിന്നുള്ള ഒരു വലിയ സംഘം കൂടി എത്തുന്നുണ്ട്. ഈ പുഴ മുറിച്ച് കടക്കാൻ റിവർ ക്രോസിംഗ് എക്സ്പെർട്സ് ആയിട്ടുള്ളവരുടെ സേവനം, അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള രക്ഷാപ്രവർത്തകരെയാണ് ഇനി ഏറ്റവും കൂടുതലായി അവിടേക്ക് വേണ്ടത്. അതിനാണ് ഈ സേനാ വിഭാഗങ്ങളുടെ, വിവിധ വിഭാഗങ്ങളുടെ സേവനം ഈ ഒരു ഘട്ടത്തിൽ ചൂരൽമലയിൽ വേണ്ടത്. ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു. സൈന്യത്തിൻ്റെ വലിയൊരു സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ആർമിയുടെ പ്ലേറ്റൂൺ ചൂരൽമലയിൽ എത്തിയതായി അല്പസമയം മുൻപ് DR മേഘശ്രീ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഫോഴ്സുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. സംസ്ഥാന പോലീസിൻ്റെ, ഫയർഫോഴ്സിൻ്റെ ഒക്കെയും കൂടുതൽ സേനാ വിഭാഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഉച്ചയോടുകൂടി 4 യൂണിറ്റ് NDRFൻ്റെ വിഭാഗങ്ങൾ കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ തന്നെ വിവിധ യൂണിറ്റുകൾ അവിടെ, നമ്മുടെ പ്രതിനിധികളുണ്ട്. എല്ലാവരും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന കാഴ്ചകളാണ്. വീടുകൾ പാടെ ഒലിച്ചു പോയിരിക്കുന്നു, മണ്ണിനടിയിൽ പെട്ടുപോയിരിക്കുന്നു. ഇതൊക്കെ ഏതാണ് പ്രദേശം, ഏത് മേഖലയാണ്, ഏത് ചെറിയ ചെറിയ കവലകളാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയ്ക്ക് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ്. അവിടെ നിന്നാണ് ഈ ആളുകളെയൊക്കെയും രക്ഷിച്ചെടുക്കേണ്ടത് എന്നതാണ് ഇതിൻ്റെ ശ്രമകരമായ ഒരു ഭാഗമെന്ന് പറയുന്നത്. എന്തായാലും സൈന്യം എത്തിയത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഒരു പടി കൂടി മുന്നോട്ട് അതിന് ബലമേകുമെന്ന കാര്യത്തിൽ സംശയമില്ല. KT സ്വാലിഹ് സംഭവസ്ഥലത്ത് നിന്നും നമ്മുടെ പ്രതിനിധി ചേരുന്നുണ്ട്. സ്വാലിഹ്, സൈന്യം എത്തിയിട്ടുണ്ട്. മരണസംഖ്യ 56 എന്നൊരു കണക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം സൈന്യം എത്തിയതിനു ശേഷം ഇപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള രക്ഷാപ്രവർത്തകർ കൂടുതലായി അവിടേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് പ്രദേശത്തിന്റെ നിലവിലെ സ്ഥിതി? മഴയുണ്ടോ? ഇപ്പോൾ നേർത്ത മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ നിലവിൽ ബാധിക്കുന്ന തരത്തിലില്ല. രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യസാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഹെലികോപ്റ്ററിന് പോലും എത്താൻ കഴിയാത്ത അന്തരീക്ഷമാണുള്ളത്. ഈ കാലാവസ്ഥ മറ്റും പരിഗണിച്ച് എത്താൻ കഴിയില്ല എന്ന്, നിലവിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട്.
സൈന്യം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുഴയുടെ മറുകര എത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനുശേഷമായിരിക്കും ഈ ദുരന്തത്തിന്റെ ആഘാതം എത്ര വലുതാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എത്ര കുടുംബങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയും നിലവിലില്ല. വലിയ അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ ഒരു പ്രദേശത്തേക്ക് ഈ പുഴയുടെ മുണ്ടക്കൈയിലെ ഈ പുഴയുടെ മറുകരയിലേക്ക് എത്തണം. അവിടെയാണ് വലിയ തോതിൽ ഇത് ബാധിച്ചിട്ടുള്ളത്. 3 തവണ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം, മലയുടെ ഒരു ഭാഗം പൂർണ്ണമായി കുത്തിയൊഴുകി വന്നിട്ടുണ്ട്. സമീപത്തെ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ വളണ്ടിയർമാരും മറ്റുമെല്ലാം രക്ഷാപ്രവർത്തനത്തിനായി ഇങ്ങോട്ട് ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെയായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗതാഗത തടസ്സം ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമം പരമാവധി നടത്തുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ ആളുകളെ കണ്ടെത്തുന്നവരെ എല്ലാം വളരെ വേഗത്തിൽ മേപ്പാടിയിലെ ആശുപത്രികളിലേക്ക്, ഒരു സ്വകാര്യ ആശുപത്രിയാണ്, അവിടെ എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഏതാണ്ട് 15 കിലോമീറ്ററാണ് ഈ അപകട സ്ഥലത്ത് നിന്ന് മേപ്പാടിയിലേക്കുള്ള ദൂരം, മേപ്പാടി നഗരത്തിലേക്കുള്ള ദൂരം. പക്ഷേ ഈ അപകടം നടന്ന മുണ്ടക്കൈ ഒരു ചെറിയ നഗരം തന്നെയാണ്. ഒരുപാട് വീടുകളുള്ള സ്ഥലം കൂടിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. വളരെ ചെറിയ വീടുകളുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതോടൊപ്പം തന്നെ മലയാളികളല്ലാത്തവർ, ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ കൂടുതലായി ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ അവര് ഈ പാടികളിലും മറ്റുമായി താമസിച്ചു വരുന്നുണ്ട്, കുടുംബസമേതം താമസിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചൊന്നും ഒരു കണക്ക് പോലും വ്യക്തമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇവിടെ നിന്ന് ഏതാണ്ട് ചാലിയാറിൽ വരെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്രമേൽ ഗുരുതരമാണ് നിലവിലെ സാഹചര്യങ്ങൾ. നിലവിൽ ഇപ്പോൾ മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും, രക്ഷാപ്രവർത്തനത്തിനുള്ള മാർഗങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ഹെലികോപ്റ്ററിൽ വളരെ വേഗത്തിൽ സൈന്യത്തിനപ്പുറത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. കൃത്രിമമായി പാലം ഒരുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.